ഹലോ ട്രാവൽ വിത്ത് വ്ളോഗ്സ് തിരുമ്പി വന്നിട്ടേ സകൃതകൃതരായ നാട്ടുകാരെ വീട്ടുകാരെ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. മൺസൂൺ ഓഫർ, ഇല്ലെങ്കിൽ കല്ലിലേക്ക് ഒരു ഫ്രീ ടിക്കറ്റ്. വണ്ടി ഉടൻ തന്നെ പുറപ്പെടുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. സബ്സ്ക്രിപ്ഷൻ ഫുട്ബോളിൽ ചവിട്ടിക്കയറി ബന്ധത്തെ നീക്കിയെടുത്ത് ഫോണിൽ മുറുകെ പിടിച്ച് ഡിസ്ക്ലെയിമർ: മഴയാണ്, ജലദോഷം പിടിച്ച് മൂക്കൊലിച്ച് നടക്കാൻ താല്പര്യമില്ലാത്തവർ റെയിൻകോട്ട് എടുക്കാൻ മറക്കരുത്. അങ്ങനെ മഴയൊന്നും മൈൻഡാക്കാതെ ഹെയർ പിൻ വളവുകൾ കയറി നേരെ വിട്ട മൺസൂൺ ട്രിപ്പിന്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ മൗണ്ട് എവറസ്റ്റ്. വെറും മൗണ്ട് എവറസ്റ്റ് അല്ല, മീനച്ചിൽ താലൂക്കിലെ മൗണ്ട് എവറസ്റ്റ് എന്ന് പണ്ട് ആരോ വിശേഷിപ്പിച്ച ഇല്ലിക്കൽ കല്ല്. ഈ ചാടിക്കുള്ളിൽ കയറി പോകുന്ന കണ്ടിട്ട് ഏത് കട്ടുവാസി എന്ന് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. ഇത് നമ്മൾ തന്നെ നോർമൽ തന്നെ. ചട്ടൽ മഴയും തണുത്ത കാറ്റും കോടമഞ്ഞും എല്ലാം കൂടെ ഒന്നിച്ച് ഞങ്ങളെ തഴുകി തരോടി കടന്നു വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വൈബ് തലക്കി പിടിച്ചതാണ്. ആചാരപ്രകാരം അടിവാരത്തുള്ള വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി സ്ഥാപിച്ച് 20 രൂപയുടെ എൻട്രി ടിക്കറ്റും എടുത്ത് ഞങ്ങൾ മുകളിലേക്ക് നടന്നു. 39 രൂപ കൊടുത്ത ജീപ്പ് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ട്രക്കിങ്ങിന്റെ ഫുൾ ഫീൽ കിട്ടാൻ ഞങ്ങൾ നടന്നു തന്നെ കയറാൻ തീരുമാനിച്ചു. ജീപ്പിലെത്തിയാലും തീർന്നില്ല. ആ ഭീമൻ കല്ലിനെ അടുത്ത് കാണണമെങ്കിൽ കുത്തനെയുള്ള കയറ്റം നടന്നു കയറി തന്നെ മുകളിലെത്തണം. ഹെലികോപ്റ്റർ സർവീസ് ഒന്നും അങ്ങോട്ട് അവൈലബിൾ അല്ലെന്ന് പ്രത്യേകം അറിയിക്കും. നീലാകാശ പീലി വരിക്കും പച്ചത്തെങ്ങോല. ഗൈസ്, ഈ ഓടിപ്പോകുന്നത് എങ്ങോട്ടാന്ന് അറിയും? ആ സീക്രട്ട് ഞാൻ ലീക്കാക്കുകയാണ്. ഈ മലമുകളിൽ നീലക്കൊടുവേലി കൊണ്ടുപോലും ആ ചെടി കിട്ടുന്നവർ സമ്പന്നരാകുമെന്ന് കേട്ടു. സോ ലോട്ടറി അടിച്ച പോലെ പെട്ടെന്ന് റിച്ച് ആയാലോ എന്ന അതിമോഹവുമായി നീലക്കൊടുവേലി തപ്പി പോകുന്നതാണ് ഗൈസ്. നീലക്കൊടുവേലി എന്താണെന്ന് അറിയോ? പറയാം. പണ്ട് ഹനുമാൻ മൃതസഞ്ജീവനെ തേടി മരുത്വ മലയിൽ ചെന്നതും മല മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്ന കഥ കേട്ടിട്ടില്ലേ? അതിലെ മൃതസഞ്ജീവനി എന്ന ചെടിയുടെ റിലേറ്റീവാണ് നീലക്കൊടുവേലി. മരുത്വമലയും കൊണ്ട് ഹനുമാൻ പോയ സമയത്ത് മലയുടെ പല പാർട്സും പോയ വഴി അടന്നുപോയി. അതിൽ നീലക്കൊടുവേലി ഉൾപ്പെട്ട ഒരു ഭാഗം അടർന്ന് താഴെ വീണതാണ് ഇപ്പോഴത്തെ ഇല്ലിക്കൽ കല്ല്. അരേ ബാബരേ, ഒരിക്കലും വാടിപ്പോകാതെ എവർ ലാസ്റ്റിംഗ് ചെടി. ഇത് കഴിക്കുന്നയാള് പിന്നീട് മരിക്കൂല. മരിച്ചവരെ പോലും ജീവിപ്പിക്കാൻ കഴിവുള്ള മിറാക്കിൾ പ്ലാന്റ്. ഇരുട്ടിലും പ്രകാശിക്കുന്ന പൂക്കളുള്ള സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്ന ഇരുമ്പിനെ പോലും സ്വർണ്ണമാക്കാൻ കഴിവുള്ള പ്ലാന്റ്. അതാണ് നീലക്കൊടുവേലി. ചിരിമയത്തിലൊക്കെ പിന്നെയുണ്ട് നീലക്കൊടുവേലിയുടെ പേര് അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒഴുക്കിലിട്ടാൽ ഒഴുക്കിനെതിരെ നീന്തിപ്പോകും. പല വീഡിയോകളും കാണാട്ടോ. ആർക്കറിയാൻ, വല്ല നൂലിട്ട് വലിക്കുന്നതാണോ എന്തോ. ചെമ്പോത്ത് അല്ലെങ്കിൽ ഉപ്പൻ എന്ന പക്ഷി കൂടുണ്ടാക്കുന്നത് നീലക്കൊടുവേലിയുടെ പാർട്സ് വെച്ചിട്ടാണ്. ആവശ്യം വന്ന നീലക്കൊടുവേലി കണ്ടുപിടിക്കാൻ ചെമ്പോത്തിന് മാത്രമേ കഴിയുള്ളൂ. മുട്ട വിരാതിരിക്കുകയോ മുട്ട പൊട്ടിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉപ്പൻ നീലക്കൊടുവേലിയുടെ വേര് കണ്ടുപിടിക്കുകയും അത് ഉപയോഗിച്ച് അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് സെറ്റാക്കും അത്രേ. അമ്പടക്കേ മമ്മാരെ. ഇതേപോലെ പല മണ്ടൻ കഥകളും നീലക്കൊടുവേലിയെ ചുറ്റിപ്പറ്റി വ്യാപകമായി പരക്കുന്നുണ്ട്. ഇതേപോലെ ഏതെങ്കിലും കഥകൾ നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തുടക്കത്തിലെ തിടുക്കൊക്കെ എവിടെ പോയി എന്നറിഞ്ഞൂടാ. എന്റെ പൊന്നിടാവേ, ഇതിനൊന്നും ഒരു അന്ത്യമില്ലേ? എത്തുന്നില്ലല്ലോടാ പോയെ. 1 കിലോമീറ്റർ നടന്നാൽ മതിയല്ലോ എന്ന് ഓർത്തപ്പോ ഇത്രയും വിചാരിച്ചില്ല. കുത്തനെയുള്ള കയറ്റം ഞങ്ങളെ പറ്റിച്ചു ഗൈസ്. ഒരനേകം ജനങ്ങൾ നമ്മുടെ നേർക്കുനേർ വരുന്നുണ്ട്. ഉടനെ ഒന്നും എത്താൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ കയ്യിലിരുന്ന് കപ്പലെണ്ണയും കടിച്ച് നടന്നു നീങ്ങി. ആളുകളെ കൊണ്ട് ജീപ്പ് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഒരു ലിഫ്റ്റ് തരുമോ ചേട്ടാ എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിക്കാൻ പറ്റില്ലല്ലോ. പറ്റി നമ്മളെ മുഖത്ത് കാട്ടാതെ ട്രക്കിങ്ങിന്റെ വൈബ് ആസ്വദിക്കാൻ എന്ന വ്യാജേന ജീപ്പുകൾക്ക് ടാറ്റാ പറഞ്ഞ് ഞങ്ങൾ അണച്ചു കയറുകയാണ്. എന്നാണേലും ഇനിയും കുറെ പോകാനുണ്ട്. അപ്പൊ പിന്നെ ഇല്ലിക്കൽ കല്ലിന്റെ കുറച്ച് അനാട്ടമി ആവാം. 4000 അടി ഉയരമുള്ള ഇല്ലിക്കൽ കല്ല് 3 പാറക്കൂട്ടങ്ങൾ കൊണ്ടിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ കല്ല് കൂടക്കല്ലെന്നും തൊട്ടടുത്ത സർപ്പത്തിന്റെ ഷേപ്പിൽ കാണുന്ന കല്ല് കോലം കല്ലും എന്നാണ് അറിയപ്പെടുന്നത്. ജീപ്പ് ഇവിടെ വരെ ഉള്ളൂ. ഇനിയും 1 കിലോമീറ്റർ മുകളിലേക്ക് നടക്കണം. അവസാനത്തെ ഈ സ്ട്രെച്ച് നല്ല കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. മിന്നി പറയുന്ന മഞ്ഞിന്റെ ഭംഗി ആസ്വദിച്ച് മേലോട്ട് നോക്കി നടന്ന ബ്രേക്കിൽ പോയ വണ്ടി കണക്ക് ഉരുളൻ കല്ലിക്കൂടെ ഉരുണ്ടുരുണ്ട് എത്രയും വേഗം താഴെ എത്താം. കോലം കല്ലിന്റെയും കൂടക്കല്ലിന്റെയും ഇടയില് 20 അടി താഴ്ചയുള്ള വലിയൊരു വിടവുണ്ട്. അവിടേക്ക് പോകാനായി കഷ്ടപ്പെട്ട് 1/2 അടി മാത്രം വീതിയുള്ള നരകപാലം എന്നൊരു ഭാഗമുണ്ട്. വളരെ സാഹസികമായി വേണം അങ്ങോട്ട് പോകാൻ. കാലൊന്നും തെറ്റിയാ പൊട്ടി പോലും കിട്ടൂല മക്കളെ.
നരക പാലത്തിലൂടെ നടന്ന് ഇല്ലിക്കക്കല്ലിന്റെ ഈ വിടവിലേക്കും അവിടെയുള്ള ചെറിയ ഗുഹകളിലേക്കും ഒക്കെ പണ്ട് പോകാൻ സാധിക്കായിരുന്നു. എന്നാൽ ഇതിലും അപ്പുറത്ത് ധാരാളം വിടവുകളും ഗുഹകളും ഒക്കെ ഉണ്ട്. അതിസാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗ തുല്യമായ സ്ഥലമാണ് കേട്ടോ ഇല്ലിക്കക്കല്ല്. അൺഫോർച്ചുനേറ്റ്ലി കാഷ്വാലിറ്റികളുടെ എണ്ണം കൂടിയതിൽ പിന്നെ കല്ലിന്റെ അടുത്തേക്ക് പോകുന്നത് നിരോധിച്ചു. ദൂരെ നിന്ന് കല്ലിന് ടാറ്റാ ബബായ് പറഞ്ഞ് ഇറങ്ങി വരാം. മഴ നനഞ്ഞ് കുളിച്ച് ഓണത്തിന്റെ സമയത്ത് ഇങ്ങോട്ട് അധികം ആൾക്കാർ കടന്നു വരാറുണ്ട് കേട്ടോ. അപ്പൊ ചെറിയ സ്ഥലത്ത് ആൾക്കാരൊക്കെ കൂടെ ഒന്നിച്ചു വരുമ്പോൾ ചെറിയ തിരക്കൊക്കെ ഫീൽ ചെയ്യും, സ്വാഭാവികം. ഇടിമിന്നലിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആൾക്കാരുടെ ഇടി കൊണ്ട് ഇറങ്ങി വരേണ്ടി വരും. ഡാങ്കിരി ടക്കരി ടക്കരി ഡും ഡും, ഡാങ്കിരി ടക്കരി ടക്കരി ഡും ഡും, ഡാങ്കിൻ 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 ഡും. റെയിലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് സേഫാണ്, എന്നാൽ അത്ര സിമ്പിൾ ഒന്നും അല്ല കേട്ടോ. ഓ ഇതിപ്പോ നോക്ക്, കൈ എത്തുന്നിടത്ത് കാലെത്തൂല, കാലെത്താൻ പറ്റുന്നിടത്ത് കൈ പിടിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. പണ്ട് ഇങ്ങനെ റെയിലിങ്സ് ഒന്നും ഇല്ലായിരുന്നു. ആൾക്കാർ നടന്ന് കല്ലിന്റെ അവിടെ വരെ കയറും. ഒരു ഭംഗിക്ക് ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും അതുപോലും പറയാനുള്ള എനർജി ഇല്ലാത്തോണം എക്സോസ്റ്റഡ് ആയിരിക്കുകയാണ്. ഒരു ഗ്ലൂക്കോസ് പാക്കറ്റ് കൂടെ കയ്യിലെടുത്തോണ്ട് വരേണ്ടതായിരുന്നു. മീനച്ചിലാറിന്റെ തുടക്കം അതിന്റെ കൈവഴികളൊക്കെ ഇവിടെ പർവ്വതങ്ങളിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം എന്നീ 4 ജില്ലകളും കടലും കായലും ഒക്കെ കാണാൻ പറ്റും പോലും ഇവിടുന്ന്. എല്ലായിടത്തും വെള്ളപ്പുതപ്പണിഞ്ഞ് കോടമഞ്ഞും സദാസമയം തണുത്ത കാറ്റും നൂൽമഴയും. അങ്ങനെ കോടമഞ്ഞിന്റെ വെള്ളത്തിരശ്ശീലം മാറി തുടങ്ങുമ്പോൾ തല പൊക്കി നോക്കും നമ്മുടെ ഇല്ലിക്കൽ കല്ല്. അങ്ങനെ കഷ്ടപ്പെട്ട് എഡ്മണ്ട് ഹില്ലാരി മൗണ്ട് എവറസ്റ്റ് കീഴടക്കിയ പോലെ 4 കാലിലും വലിഞ്ഞും തൂങ്ങിയും ഞങ്ങൾ ഇല്ലിക്കൽ മല കീഴടക്കി. പച്ച പൊതിച്ച് നിൽക്കുന്ന കുന്നിന്റെ മുകളിൽ ആരോ കൊത്തി വെച്ച ശില്പം പോലെ തല പൊക്കി നിൽക്കുന്നത് കണ്ടോ ഇല്ലിക്കൽ കല്ല്? ആരെയും വശീകരിക്കുന്ന ഭംഗി. ഞൊടിയിടയിൽ മൂടൽമഞ്ഞ് വന്ന് കല്ലിനെ മൂടും. നട്ടുവെച്ച നേരത്ത് പോലും തണുത്ത കാറ്റ് വീശുന്ന ഇവിടുത്തെ കാലാവസ്ഥ പൊളി. നമ്മുടെ ഇല്ലിക്കക്കല്ല് ഒരു രക്ഷയില്ല. ഇല്ലിക്കക്കല്ല് ആറാടുകയാണ്. ഒന്നും പറയാനില്ല. ക്ലൈമറ്റ് കിട്ടില്ല. ഫുൾ ഓൺ ഫുൾ വൈബ്. കാലാവസ്ഥ അമേസിങ്. പണ്ട് നരക പാലം എന്ന് പറയുന്ന ആ ഇടുങ്ങിയ വഴിയിലൂടെ സാഹസികമായി നടന്ന് പാറകളിൽ അള്ളിപ്പിടിച്ചു കയറി അതിനുള്ളിലെ വിടവില് പാതാള കിണർ എന്നൊക്കെ പറയുന്ന ഭാഗത്തിറങ്ങി ഒരു നിരപ്പായ സ്ഥലത്ത് പോയി സെൽഫി എടുക്കലൊക്കെ ആയിരുന്നു ട്രെൻഡ്. അതിനുള്ളിൽ പല ഗുഹകളൊക്കെ ഉണ്ട് പോലും. അതുകൊണ്ട് തന്നെ നീലക്കൊടുവേല ഇതിനുള്ളിൽ ഉണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. ഒട്ടേറെ പേരുടെ ജീവനെടുത്ത് കുപ്രസിദ്ധമായ സ്ഥലമായതിനാൽ പണ്ടേ വീണ പേരാണ് നരകപാലം. പച്ചപ്പിന്റെ കടലിനിടയിൽ പൊട്ടുപോലെ ചെറു പട്ടണങ്ങളും അതിനിടയിൽ ഞരമ്പ് പോലെ മീനച്ചിലാറിന്റെ കൈവഴികളും ഒക്കെ കണ്ട് കുറച്ചു നേരം കമ്പിയിൽ തൂങ്ങി നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു നടന്നു. അങ്ങനെ മഞ്ഞിൽ പൊതിഞ്ഞ ഇല്ലിക്കക്കല്ലിന്റെ ഭംഗി മാഞ്ഞും തെളിഞ്ഞും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ മലയിറങ്ങി. മഞ്ഞ് കിട്ടി, തണുപ്പ് കിട്ടി, കോട കിട്ടി, മഴ കിട്ടി. അങ്ങനെ നല്ല വൈബ് ചില്ല് പ്ലേസ്. മുകളിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റിലും വലിഞ്ഞു കയറിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ നടരാജ് എക്സ്പ്രസ് തിരിച്ച് 4th ഗിയറിൽ ഷൂക്ക് നീങ്ങി പോകുന്നു കേട്ടോ. എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ല എൻജോയബിൾ പ്ലേസ് ആണ് കേട്ടോ. കോട്ടയം ജില്ലയിലെ ഈരാട്ടുപേട്ടയ്ക്ക് സമീപമാണ് സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന മഞ്ഞിൽ പൊതിഞ്ഞ ഈ ഇല്ലിക്കക്കല്ല്. നല്ല ലൊക്കേഷനാണ്. ഒരിക്കലെങ്കിലും വന്ന് കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ്. ഓണത്തിന്റെ വെക്കേഷനൊക്കെ ഫാമിലി ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ബെസ്റ്റ് സ്പോട്ട്. 1 ഡേ ട്രിപ്പിന് കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ സൂപ്പർ ലൊക്കേഷൻ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് കേട്ടോ ഇവിടെ സന്ദർശന സമയം. കോട്ടയത്തെ ഈ കിഡ്ലൻ ലൊക്കേഷനിലേക്ക് എത്താൻ ലേറ്റ് ആകണ്ട. അടിപൊളി സ്പോട്ടുമായിട്ട് വീണ്ടും എത്തുന്നവിടെ വരെ ബൈ ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി പൊട്ടിച്ചേര്. അടുത്ത ഒരു കിഡ്ലൻ സ്പോട്ടുമായി വീണ്ടും കാണുന്നവിടെ വരെ സൈനിങ് ഓഫ്. ബൈ ബൈ.